കല്ലെടുത്ത് ഒന്ന് കാണിക്കേ, ഒന്ന് താനൊന്ന് കാണിക്ക്. കല്ലെടുത്ത് അയാളെ താഴെ ഇടുന്നേ ഒന്ന് താൻ കാണിക്ക്. കല്ലെടുത്ത് അയാളെ എറിഞ്ഞ് ഇടുന്നതൊന്ന് കാണിക്ക്. ഈ 80 വയസ്സായ മനുഷ്യനെ തൻ്റെ പേര് ഇന്ന് തന്നെ കേസ് കൊടുക്കും ഞാൻ. ഇത് നമ്മുടെ സ്ഥലം അതിലും പൊളിച്ചു കളഞ്ഞിട്ട് തോന്നിയാസം കാണിക്കുന്നു. ഇതേ നിങ്ങളെല്ലാം കേസ് കുടുങ്ങും കേട്ടോ. അത് നിസ്സാര കളിയല്ല. കോടതി കയറും. ഏതാ നിങ്ങളുടെ നെഞ്ചത്ത് കയറിയോ? പണിയല്ലെന്നാ പറഞ്ഞത് നിങ്ങളോട് പണിയേണ്ട കാര്യമില്ല. ആ നിങ്ങളെ അത്ര ഇങ്ങോട്ടും വരണ്ട. ആ അതെ അതെ അതെ, ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരണ്ട, ഒട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരാം. പണിക്കാരുടെ കാര്യം ചെയ്താൽ മതി. ആ പണിക്കാരുടെ കാര്യം ചെയ്താൽ മതി. എടാ പോയി പറഞ്ഞോ, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അല്ല, അത് നിങ്ങൾ തന്നെ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ മനുഷ്യനെ കല്ലെറിഞ്ഞ് ഇടുന്നു വരെ പറയുന്ന പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഈ 80 വയസ്സായ ആളെ കല്ലെറിഞ്ഞ് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ട് മിണ്ടാതിരിക്കണോ? ആരെ കയറ്റിവിടാൻ? അദ്ദേഹത്തിന്റെ മതിൽ പൊളിച്ച അദ്ദേഹത്തിനെ ഞാൻ കയറ്റിവിടുകയില്ല. അദ്ദേഹത്തിന്റെ മതിൽ നിങ്ങൾ അതിക്രമമായിട്ട് ഇത്രയും ആൾക്കാരെ വന്ന് പൊളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കയറ്റിവിടണോ? വേണ്ട, അവന് പവർ ഓഫ് അറ്റോർണി ഉണ്ട്. എന്റെ പവർ ഓഫ് അറ്റോർണി നീ ആരാ നോക്കാൻ? ഞാൻ ചെയ്യേണ്ട കോടതി ഞാൻ കൊടുത്തോളാം. നിന്നെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കിയേച്ചാ മതി. നീ നിന്റെ കാര്യം നോക്കിയ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. നീ ഈ അച്ചായനെ എറിഞ്ഞ് താഴെ ഇടുമെന്ന് പറഞ്ഞില്ലേ? ഈ റെക്കോർഡാ. നിങ്ങളെ സംസാരം സൂക്ഷിച്ചോണം കേട്ടോ. ഇങ്ങോട്ട് സംസാരം സൂക്ഷിക്കണം. തെറിയൊക്കെ വിളിക്കുന്ന വേണ്ട. തന്നെ ഞാൻ ഒരു തെറിയും വിളിച്ചിട്ടില്ല. താനാ പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ് താഴെ ഇടുന്നു. ഈ 80 വയസ്സായ മനുഷ്യനെ കല്ലെടുത്ത് എറിഞ്ഞ് താഴെ ഇടുമെന്ന്. നിങ്ങളെല്ലാം കോടതി കയറും, പറഞ്ഞേക്കാം. ഇതെല്ലാം റെക്കോർഡാണ് വീഡിയോയിൽ. ഇത്രയും ഗുണ്ടകളെയുമായിട്ട് വന്നിട്ട് ഈ 80 വയസ്സുള്ള അച്ചായനെ ആക്രമിക്കാൻ മതിലും അച്ചായൻ്റെ പൊളിച്ചു കളഞ്ഞ്, ഇത് കണ്ടില്ലേ? അച്ചായൻ്റെ മതിലും പൊളിച്ചു കളഞ്ഞ് ചോദിക്കാൻ വന്ന അച്ചായനെ കല്ലെറിഞ്ഞ് താഴെ ഇടുന്നു. ഇതിൻ്റെ അകത്ത് റെക്കോർഡുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് റെക്കോർഡുണ്ട്. കല്ലെറിഞ്ഞ് താഴെയിട്ട് കൊല്ലുമെന്ന്, മതിൽ കെട്ടല്ലെന്ന് പറയാൻ വന്നേ. കോടതിയുണ്ട്, കോടതിയിൽ പോകണം. ഇത്രയും ഗുണ്ടായുസം കാണിക്കുന്നോ? അതോ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ 80 വയസ്സുള്ള ആളുടെ അടുത്ത്? ഇതെല്ലാം തെളിവാണ്, ഓർത്തോണം. എല്ലാം തെളിവാണ്. ആ അതെ, നിങ്ങളെക്കാളും വലുത് നമ്മളും കണ്ടിട്ടുണ്ട്. നിങ്ങളെ ചേച്ചി നിങ്ങളകത്ത് പോകും കേട്ടോ. നിങ്ങളകത്ത് പോകും. ഏത് കയ്യില് നിങ്ങളുടെ കൈ ആയുധമില്ലേ? ഞാൻ വെട്ടുകത്തി നിങ്ങളെ വെട്ടാനും കുത്താനും അല്ല. എൻ്റെ പറമ്പിൽ പണിക്ക് ഞാൻ കൊണ്ടുവന്ന സാധനമാണ്. ഞാൻ ഇവിടെ കള വെട്ടിക്കൊണ്ടിരുന്നതിനടുത്ത് വെട്ടിക്കത്തി എനിക്ക് ഉപയോഗിക്കത്തില്ലേ? ഇത് പണിയുന്ന കൃഷിയായുധമാ, മനസ്സിലായില്ലേ? ഗ്ലോറിക്ക് വല്ലതും പറയാനുണ്ട്. ഗ്ലോറി പറഞ്ഞു ഇല്ല, പറഞ്ഞു ഗ്ലോറി. പിന്നെ അച്ചായൻ എന്തിനാ അങ്ങോട്ട് ഇറക്കുന്നേ? അച്ചായന്റെ പറമ്പിൽ തന്നെ ഞങ്ങൾ നിൽക്കും. ഇല്ല, വരുന്നില്ല. ഗ്ലോറി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചീത്ത വിളിക്കരുത് കേട്ടോ. അതൊക്കെ തന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. ചീത്ത വിളിക്കുന്നതൊക്കെ നിങ്ങൾ ആയുധമായിട്ട് എന്റെ പറമ്പിൽ പണിയാനേ ഞാൻ വെട്ടുകത്തിയുമായിട്ട് നിൽക്കുന്നു, മനസ്സിലായില്ലേ? തൊട്ടുപോകരുത് ഇവിടെ. എന്താണോ നാല് വീതി വന്നിട്ട് നിങ്ങൾ എന്താ എവിടെ പോയടൂ? ആരുടെ വീഡിയോ? മിണ്ടായിരിക്കെ. താനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. കാര്യം തീർന്നല്ലോ. അവരൊന്നും ചെയ്യാൻ നാളെ കഴിയും. ഞങ്ങൾ വീഡിയോ എടുത്താൽ കല്ലെടുത്താളെ താഴെ ഇടുന്ന ആരെയാണ് നിങ്ങൾ? കല്ലെടുത്ത് ഒന്ന് കാണിക്കേ, ഒന്ന് താനൊന്ന് കാണിക്ക്. കല്ലെടുത്ത് അയാളെ താഴെ ഇടുന്നേ ഒന്ന് താൻ കാണിക്ക്. കല്ലെടുത്ത് അയാളെ എറിഞ്ഞ് ഇടുന്നതൊന്ന് കാണിക്ക്. ഈ 80 വയസ്സായ മനുഷ്യനെ തൻ്റെ പേര് ഇന്ന് തന്നെ കേസ് കൊടുക്കും ഞാൻ. നിങ്ങൾ പണി ചെയ്യാൻ
ഇത് നമ്മുടെ സ്ഥലം അതിലും പൊളിച്ചു കളഞ്ഞിട്ട് തോന്നിയാസം കാണിക്കുന്നു. ഇതേ നിങ്ങളെല്ലാം കേസ് കുടുങ്ങും കേട്ടോ. അത് നിസ്സാര കളിയല്ല. കോടതി കയറും. ഏതാ നിങ്ങളുടെ നെഞ്ചത്ത് കയറിയോ? പണിയല്ലെന്നാ പറഞ്ഞത് നിങ്ങളോട് പണിയേണ്ട കാര്യമില്ല. ആ ആ നിങ്ങളെ അത്ര ഇങ്ങോട്ടും വരണ്ട. ആ അതെ അതെ അതെ, ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരണ്ട, ഒട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വരാം. പണിക്കാരുടെ കാര്യം ചെയ്താൽ മതി. ആ പണിക്കാരുടെ കാര്യം ചെയ്താൽ മതി. എടാ പോയി പറഞ്ഞു, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അല്ല, അത് നിങ്ങൾ തന്നെ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി ഈ മനുഷ്യനെ കല്ലെറിഞ്ഞിടുന്നു വരെ പറയുന്ന പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഈ 80 വയസ്സായ ആളെ കല്ലെറിഞ്ഞിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ട് മിണ്ടാതിരിക്കണോ? ആരെ കയറ്റിവിടാൻ? അദ്ദേഹത്തിന്റെ മതിൽ പൊളിച്ച അദ്ദേഹത്തിനെ ഞാൻ കയറ്റിവിടുകയില്ല. അദ്ദേഹത്തിന്റെ മതിൽ നിങ്ങൾ അതിക്രമമായിട്ട് ഇത്രയും ആൾക്കാരെ വന്ന് പൊളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കയറ്റിവിടണോ? വേണ്ട, അവന് പവർ ഓഫ് അറ്റോർണി ഉണ്ട്. എന്റെ പവർ ഓഫ് അറ്റോർണി നീ ആരാ നോക്കാൻ? ഞാൻ ചെയ്യേണ്ട കോടതി ഞാൻ കൊടുത്തോളാം. നിന്നെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കിയേച്ചാ മതി. നീ നിന്റെ കാര്യം നോക്കിയ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. നീ ഈ അച്ചായനെ എറിഞ്ഞ് താഴെ ഇടുമെന്ന് പറഞ്ഞില്ലേ? ഈ റെക്കോർഡാ. നിങ്ങളെ സംസാരം സൂക്ഷിച്ചോണം കേട്ടോ. ഇങ്ങോട്ട് സംസാരം സൂക്ഷിക്കണം. തെറിയൊക്കെ വിളിക്കുന്ന വേണ്ട. തന്നെ ഞാൻ ഒരു തെറിയും വിളിച്ചിട്ടില്ല. താനാ പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ് താഴെ ഇടുന്നു. ഈ 80 വയസ്സായ മനുഷ്യനെ കല്ലെടുത്ത് എറിഞ്ഞ് താഴെ ഇടുന്നു. നിങ്ങളെല്ലാം കോടതി കയറും, പറഞ്ഞേക്കാം. ഇതെല്ലാം റെക്കോർഡാണ് വീഡിയോയിൽ. ഇത്രയും ഗുണ്ടകളെയുമായിട്ട് വന്നിട്ട് ഈ 80 വയസ്സുള്ള അച്ചായനെ ആക്രമിക്കാൻ മതിലും അച്ചായൻ്റെ പൊളിച്ചു കളഞ്ഞ്, ഇത് കണ്ടില്ലേ? അച്ചായൻ്റെ മതിലും പൊളിച്ചു കളഞ്ഞ് ചോദിക്കാൻ വന്ന അച്ചായനെ കല്ലെറിഞ്ഞ് താഴെ ഇടുന്നു. ഇതിൻ്റെ അകത്ത് റെക്കോർഡുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് റെക്കോർഡുണ്ട്. കല്ലെറിഞ്ഞ് താഴെയിട്ട് കൊല്ലുമെന്ന്, മതിൽ കെട്ടല്ലെന്ന് പറയാൻ വന്നേ. കോടതിയുണ്ട്, കോടതിയിൽ പോകണം. ഇത്രയും ഗുണ്ടായുസം കാണിക്കുന്നോ? അതോ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ 80 വയസ്സുള്ള ആളുടെ അടുത്ത്? ഇതെല്ലാം തെളിവാണ്, ഓർത്തോണം. എല്ലാം തെളിവാണ്. ആ അതെ, നിങ്ങളെക്കാളും വലുത് നമ്മളും കണ്ടിട്ടുണ്ട്. ചേച്ചി നിങ്ങളകത്ത് പോകും കേട്ടോ. ഈ കല്ലേറെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറകെ കാറുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ലൈറ്റ് ഓണാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സമ്മതം കൊണ്ടാണ് ഇവിടെ ഏത് കാണുന്നത്. VJ സിറിയക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുണ്ട്. പുള്ളിയാണ് ഇതിന്റെ ഗുണ്ട നേതൃത്വം. ആ അത് എഴുതി വെച്ചിട്ടുണ്ട്. VJ സിറിയക്കാണ് ഇവനെ വിളിച്ചത്. അത് ഇന്ന് കൊണ്ട് കൊടുക്കാം, നാളെ രാവിലെ കൊണ്ടുവരാം. മനസ്സിലായി സാർ. ഇന്നത്തെ ഇപ്പൊ പുതിയ പരാതി തരാനല്ലേ സാറ് പറയുന്നത്? അതെ, ഇല്ല. അതുകൊണ്ടല്ല നമ്മള് നിങ്ങൾ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട്. സാറേ ഇനി രാത്രി വരുമോന്നുള്ള ഇതുണ്ട്. സാറൊന്ന് വിളിച്ച് ഒന്ന്. ഈ കല്ലേറെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറകെ കാറുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ലൈറ്റ് ഓണാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സമ്മതം കൊണ്ടാണ് ഇവിടെ ഏത് കാണുന്നത്. VJ സിറിയക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുണ്ട്. പുള്ളിയാണ് ഇതിന്റെ ഗുണ്ട നേതൃത്വം. ആ അത് എഴുതി വെച്ചിട്ടുണ്ട്. VJ സിറിയക്കാണ് ഇവനെ വിളിച്ചത്. അത് ഇന്ന് കൊണ്ട് കൊടുക്കാം, നാളെ രാവിലെ കൊണ്ടുവരാം. മനസ്സിലായി സാർ. നിങ്ങൾ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട്. നിങ്ങൾക്ക്